ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ കൊത്തമരയാണ്. കൊത്തമര നമ്മൾ നട്ടതൊക്കെ നമ്മൾ പഴയ വീഡിയോസിലുണ്ട്. എങ്ങനെ നടണം, അതിൻ്റെ തൈ നട്ടതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വളം ചെയ്തതൊക്കെ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ നമുക്ക് ആ വിളവെടുപ്പിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് കായ്കളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് ചെയ്തു കൊടുത്തത് ചാണക സ്ലറിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ വേറെ വളങ്ങളൊന്നും ചെയ്തില്ല. തുടക്കം കുറച്ച് കോഴിവളം അടിയിൽ നമ്മളുടെ അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മളുടെ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കത്രിക വേണം, അല്ലെങ്കിൽ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കൊത്തമര ഇതാണ് നമ്മളുടെ കൊത്താമര. അപ്പോൾ നമ്മളൊരു 10 തൈ ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാത്തുമേയും പൂത്ത് ഇവിടെയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാം. കായ്കളും ഉണ്ടാകുന്നുണ്ട്. ഇത് ചെറിയ കായ്കളാണ്. വലിയ കായ്കൾ, മൂത്ത കായ്കളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ വള്ളി പോലെയാണ് കയറി പോകുന്നത്. അധികം ബലം ഉണ്ടാവില്ല. കണ്ടോ, ഇവിടെ ഓരോ ഗ്യാപ്പിലെ ഇലയുടെ മേളിൽ ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ കായ്കളുണ്ടാവും. ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി. അപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് ഒരു കോല് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മറഞ്ഞു വീഴും, ഒടിഞ്ഞു പോകും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്, മേളിൽ കെട്ട് കൊടുത്തിട്ടുണ്ട്. പൊങ്ങി പോകണ അനുസരിച്ച് നമ്മൾ ഹൈറ്റുള്ള കോല് കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കണം. ആകുമ്പോൾ ഒരുപാടുണ്ടാവും. കണ്ടോ, ഇവിടെ 1, 2, 3 അങ്ങനെ നിറച്ചുണ്ടായി കിട്ടും നമുക്ക്. ഓരോ ഇതിലും ഒരുപാട് മൂക്കാനായിട്ട് ഇടരുത്. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് കയറി വരും. അത്യാവശ്യം മൂപ്പ് കുറഞ്ഞ രീതിയിൽ തന്നെ മുറിച്ചെടുക്കുക. ഇപ്പോൾ പറിച്ചപ്പോൾ കുറച്ച് കിട്ടി, അധികമൊന്നുമില്ല. ഒരു 8 തൈയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോൾ കുറച്ച് കിട്ടിയിരുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ അത് കൂടുതലായി പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ വളം ചെയ്യുന്നതനുസരിച്ച് അത് പൂത്ത് കൂടുതൽ കിട്ടും നമുക്ക്. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ കുറച്ച് കൂടുതൽ കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു 10 തൈയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിലിടാനും അതുപോലെ ചെറിയ വെളുത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ഈ കൊത്തമര വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാം. ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് അതായത് മരുന്നൊന്നും അടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാം എന്നുള്ള ഒരു ഒറ്റ കാരണമുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഓരോ വീട്ടിൽ സ്ഥലം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചട്ടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നടാൻ പറ്റിയ ഒരു വിളയാണ്, അതായത് പച്ചക്കറിയാണ് നമ്മളുടെ കൊത്താമര എന്ന് പറയുന്നത്. ഇത് തരം പച്ചക്കറികളായാലും നമുക്ക് കട്ടിയുള്ള വളങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ്. കാരണം അത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. കാരണം ഈ പച്ചക്കറികൾക്കൊക്കെ അധികം ആയുസ് കുറവാണ്. ഒരു 90 ദിവസം 100 ദിവസത്തിനുള്ളിൽ ഈ സാധനം നശിച്ചു പോകും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിളവൊക്കെ പെട്ടെന്ന് കിട്ടാനും ഈ ചെടികൾക്ക് പെട്ടെന്ന് വേരിലൂടെ വലിച്ചെടുക്കാനും ഈ ദ്രാവക രൂപത്തിലുള്ള സ്ലറികളാണ് ഏറ്റവും ഉത്തമം. ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാണക സ്ലറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാഴ്ചയെങ്കിലും മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന ചാണകം ശരിക്കും കുറച്ച് വെള്ളം രൂപത്തിൽ നമ്മൾ ഒരു ബക്കറ്റിൽ എടുത്തു വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് ഒരു 3 കപ്പ് എടുത്തിട്ട് അതിൽ പിന്നെ നിറച്ച ഒരു 5-6 ലിറ്റർ വെള്ളം കൂടി ചേർത്ത്, ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിയുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും നനഞ്ഞിറങ്ങാൻ കണക്കിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.